അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള തജ്വീദിൽ നിന്നും ലിസാനിൽ നിന്നും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം ചേർത്തെഴുതാം. ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് സുജൂദുൽ തിലാവ, ജംഉൽ ഖുർആൻ, സിഫത്തുകൾ, വഖഫ്, ഖുർആൻ, ഹദീസ്. 1. ശുപാർശ ചെയ്യാനായി അന്ത്യനാളിൽ വരും. യോജിച്ചത് ഖുർആൻ. 2. 5ൽ കുറവുള്ളതോ 7ൽ കൂടുതലുള്ളതോ ഇല്ല. ഉത്തരം സിഫത്തുകൾ. 3. കലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിന് പറയും. ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് വഖഫ്. 4. സജദയുടെ ആയത്ത് ഓതുന്നവർക്ക് സുന്നത്താണ്. ഉത്തരം സുജൂദുൽ തിലാവത്ത് അഥവാ തിലാവത്തിൻ്റെ സുജൂദ്. 5. ഖുർആൻ ഒരു ഗ്രന്ഥമായി ഒരുമിച്ച് കൂട്ടിയതിന് പറയും. ഉത്തരം ജംഉൽ ഖുർആൻ. ഇത്രയുമാണ് ഒന്നാമത്തെ ആക്ടിവിറ്റിയിൽ തന്നിട്ടുള്ളത്. 2. ശരി അടയാളപ്പെടുത്താം. താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായ ഉത്തരത്തെ ടിക്ക് ചെയ്തു കൊടുത്താൽ മതി. 1. ഏകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഉന്നത്ത്, ഇഷ്മാമ്, ഇമാലത്ത്. ഇതിൽ ശരിയായ ഉത്തരം ഇമാലത്ത്. 2. പ്രസിദ്ധരായ ഖാരിഉകൾ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 7, 10, 14. ശരിയായ ഓപ്ഷനെ ടിക്ക് ചെയ്ത് കൊടുക്കാം. ഉത്തരം 10. 3. ഖുർആൻ പല കോപ്പികളായി പകർത്തി എഴുതിച്ചു. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഹഫ്സ് റളിയല്ലാഹു അൻഹു. ഇതിൽ ആരാണ് ഖുർആൻ പല കോപ്പികളായി പകർത്തി എഴുതിച്ചത് എന്നാണ് ചോദിച്ചത്. ശരിയായ ഉത്തരം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇനി 4ാമത്തെ ചോദ്യം. നിസ്കാരത്തിൽ ശുക്റിൻ്റെ സുജൂദ് ചെയ്താൽ ഓപ്ഷൻ കറാഹത്ത്, സുന്നത്ത്, ബാത്തിലാകും. ശരിയായ ഉത്തരം ബാത്തിലാകും. 5. വഖഫാണ് നല്ലത് എന്നതിൻ്റെ അടയാളം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം 2ാമത്തേതാണ് തോ. വഖഫ് ചെയ്യലാണ് നല്ലത്. ഇനി 3ാമത്തെ ആക്ടിവിറ്റി. ബ്രാക്കറ്റിൽ നിന്നും ശരിയായത് പൂരിപ്പിക്കാം. താഴെ ഹദീസുകളിൽ നിന്നും ദിക്റുകളിൽ നിന്നും വിട്ടുപോയ ഭാഗം ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. അത് ഓർഡറിലല്ല തന്നിട്ടുള്ളത്. ഇത് നമ്മൾ ശരിയാക്കി ഓർഡറിലാക്കി ഈ വിട്ടുപോയ ഭാഗത്ത് എഴുതി കൊടുക്കണം. 1ാമത്തേത് അൽ മാഹിറു ഡാഷ് അൽ ഖുർആനി ഡാഷ് അസ്സഫറത്തി ഡാഷ് അൽ ബററത്തി. വിട്ടുപോയ ഭാഗങ്ങൾ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. മഅ ഫി അൽ കിറാമി. ശരിയാക്കി എഴുതി നോക്കാം. ഉത്തരം അൽ മാഹിറു ഫിൽ ഖുർആനി മഅസ് സഫറത്തി അൽ കിറാമിൽ ബററത്തി. ഇങ്ങനെയാണ് ചേർത്തെഴുതേണ്ടത്. 2. സുബ്ഹാനല്ലാഹി ഡാഷ് ലില്ലാഹി ഡാഷ് ഇലാഹ ഇല്ലാ ഡാഷ് വല്ലാഹു അക്ബർ. വിട്ടുപോയ ഭാഗങ്ങൾ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. വല, അല്ലാഹു, വൽഹംദു. ഇനി ശരിയായ ക്രമപ്രകാരം ഉത്തരം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വല ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. 3. അല്ലാഹുമ്മ നവ്വിർ ബികിതാബിക ഡാഷ് വഅത്ലിക് ബിഹി വശറഹ് ബിഹി ഡാഷ് വസ്തഅമിൽ ബിഹി ജസദി. വിട്ടുപോയ ഭാഗങ്ങൾ
സോദരി, ബസരി, ലിസാനി. അത് ശരിയാക്കി എഴുതുമ്പോൾ അല്ലാഹുമ്മ നവ്വിർ ബികിതാബിക ബസരി വ അത്ലിക് ബിഹി ലിസാനി വശ്റഹ് ബിഹി സോദരി വസ്തഅ്മിൽ ബിഹി ജസദി. ഇനി അടുത്ത ആക്ടിവിറ്റി യോജിപ്പിക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ. ഇവിടെ അപ്പുറത്ത് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. സക്കത്ത, ഹംസത്തുൽ ഖത്ത്, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇതിൽ ശരിയായ ഉത്തരം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. 2. വക്കീല മൻ റാക്ക എന്നതിൽ ഡാഷ്. ഉത്തരം സക്കത്ത. 3. ഇയ്യാക നഅ്ബുദു. ഇതിൽ ഹംസ. ഉത്തരം ഹംസത്തുൽ ഖത്ത്. ലിസാനിൻ്റെ പേപ്പറാണ് ഇനി നോക്കുന്നത്. കഴിഞ്ഞ പേപ്പർ നോക്കിയപ്പോൾ ഈ ലിസാനുൽ ഖുർആനും തജ്വീദും കൂടി മിക്സ് ആയിട്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രവർത്തനം തജ്വീദാണെങ്കിൽ അടുത്ത പ്രവർത്തനം ലിസാന്, അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നത്, കഴിഞ്ഞ പേപ്പർ വന്നിരുന്നത്. ഈ പേപ്പർ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ആദ്യം തജ്വീദ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലിസാനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ തന്നെ തന്നിട്ടുണ്ട്. അടുത്ത പ്രവർത്തനം നുമയ്യിസുൽ മാളി വൽ മുളാരി മിനൽ അഫ്ആലി ആത്തിയ. താഴെ തന്നിട്ടുള്ള ഫിഅലുകൾ മാളി, മുളാരി എന്നത് തരം തിരിച്ച് എഴുതാനാണ്. ബ്രാക്കറ്റിൽ യജ്ലിസു, ദഹബ, നജഹ, യക്തുബു, യൻസുറു, ശരിബ. ഇതൊക്കെയാണ് വാക്കുകൾ. ഇതിൽ നിന്നും മാലിയും മുളാരിയും വേർതിരിച്ച് എഴുതാം. ഇതിൽ മാലി, ദഹബ, നജഹ, ശരിബ ഇതൊക്കെയാണ് മാലി. ഇനി മുളാരി യജ്ലിസു, യക്തുബു, യൻസുറു. ഇവ മൂന്നും മുളാരി. അടുത്ത ആക്ടിവിറ്റി റത്തിബിൽ കലിമാത്ത്. കലിമത്തുകൾ ക്രമപ്രകാരം എഴുതാനാണ്. ഇവിടെ ഓർഡറിലല്ല തന്നിട്ടുള്ളത്, നമ്മൾ ശരിയാക്കി ക്രമത്തിൽ എഴുതണം. ഒന്നാമത്തത് അസ്സുബ്ഹ് സൊല്ലൈന ജമാഅത്തൻ സൊലാത്ത. ഇത് തെറ്റിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. ശരിയാക്കി എഴുതുമ്പോൾ ഉത്തരം സൊല്ലൈന സൊലാത്ത സുബ്ഹി ജമാഅത്തൻ. അങ്ങനെയാണ് ക്രമീകരിക്കുക. 2. മുഖദ്ദിമൻ ഫിൽ ഖലാഇ റിജ്ലഹു ദഖല അൽ യുസ്റ ജാബിറുൻ. ശരിയാക്കി എഴുതുമ്പോൾ ദഖല ജാബിറുൻ ഫിൽ ഖലാഇ മുഖദ്ദിമൻ റിജ്ലഹു അൽ യുസ്റ. ഇങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്. അടുത്ത ആക്ടിവിറ്റി നംല ഉൽ ഫറാഅ ബിൽ മുനാസിബി. ഇവിടെ വിട്ടുപോയത് ഈ ബ്രാക്കറ്റിൽ എടുത്ത് എഴുതാനാണ്. ബ്രാക്കറ്റിൽ തന്നിട്ടുള്ളത് യുനല്ലിഫാനി, യദ്ഹബു, യക്തുബാനി, യഖ്റഉ, ശരിബന. ഒന്നാമത്തേത് ഡാഷ് അൽ അബു ഇലൽ മസ്ജിദി. ഉത്തരം യദ്ഹബു അൽ അബു ഇലൽ മസ്ജിദി. ഉപ്പ പള്ളിയിലേക്ക് പോവുന്നു. രണ്ടാമത്തേത് ഡാഷ് അൽ ഉസ്താദു അൽ ഖുർആന. യഖ്റഉൽ ഉസ്താദു അൽ ഖുർആന. ഉസ്താദ് ഖുർആൻ ഓതുന്നു. മൂന്നാമത്തേത് മുഹമ്മദുൻ വ ബഷീറുൻ ഡാഷ് അൽ അസ്നാന. ഉത്തരം മുഹമ്മദും വ ബഷീറുൻ യുനല്ലിഫാനി അൽ അസ്നാന. മുഹമ്മദും ബഷീറും അവരുടെ പല്ലുകൾ അവർ രണ്ടുപേരും വൃത്തിയാക്കുന്നു. നാലാമത്തേത് അത്തോലിബാനി ഡാഷ് അദ്ദർസ. ഉത്തരം
അത്തോലിബാനി യക്തുബാനി അദ്ദർസ. രണ്ടു കുട്ടികൾ അവരുടെ പാഠങ്ങൾ രണ്ടുപേരും എഴുതുന്നു. 5 അൽ ബനാത്തു ഡാഷ് അൽ ഹലീബ. ഉത്തരം അൽ ബനാത്തു ശരിബ്ന അൽ ഹലീബ. പെൺകുട്ടികൾ പാല് കുടിച്ചു. ഇനി അവസാനത്തത് നുജീബു, ഉത്തരം എഴുതാനാണ്. 1 ഇല ഐന ഹാജറ അൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ പോയത്? ഉത്തരം ഇലൽ മദീനത്തി, മദീനയിലേക്ക്. രണ്ടാമത്തത് കം സനതൻ ആശ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വർഷക്കാലം താമസിച്ചു? ഉത്തരം 10 സിനീൻ, 10 വർഷം. 3 അയ്യു ജമാഅത്തി അഫ്ളൽ. ഏത് ജമാഅത്താണ് അഫ്ളൽ? ഉത്തരം അഫ്ളലുൽ ജമാഅത്തി അൽ ജുമുഅ. ജമാഅത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമുഅയാണ്. അള്ളാഹു എല്ലാ മക്കൾക്കും ടോപ്പ്ലസ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽ ബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.